നമസ്കാരം, എല്ലാവർക്കും തുത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കാണും, PSCക്ക് അപേക്ഷിക്കാനുള്ള ജനറൽ കാറ്റഗറിയുടെ ഏജ് എന്ന് പറയുന്നത് 36 നിന്നും 40 വയസ്സാക്കിയിട്ടുണ്ട്. അപ്പം ഏജ് റിലാക്സേഷൻ ജനറൽ 40 ആകുമ്പോൾ OBCക്ക് 39 നിന്നും അത് 43ലേക്കും SC/STക്ക് അത് 41 നിന്നും 45 വയസ്സിലേക്കുമാണ് കൂടുന്നത്. വലിയൊരു മാറ്റം, വലിയൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണിത്. ഒരുപാട് പേര് ഇതിന്റെ കൂടെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഉള്ളവർക്ക് തന്നെ ജോലി കൊടുക്കുന്നില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാർ ഇത് കണ്ട് ഒരിക്കലും നെഗറ്റീവ് അടിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവസരമായിട്ട് ഇതിനെ കാണുക. ഒരുപാട് പേര് നമ്മളോട് ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്നവരും അതുപോലെ LDC ഇനി എഴുതാൻ കഴിയാത്ത ആൾക്കാരും ലാസ്റ്റ് ചാൻസിലുള്ളവരൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സങ്കടമാണ്, ഞങ്ങൾക്ക് ഇനിയും പറ്റില്ലല്ലോ, ഞങ്ങളുടെ അവസാനത്തെ ചാൻസും കഴിയുകയാണല്ലോ എന്ന്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ചാൻസ് ആണ്, അത് പരിശ്രമിക്കുന്നവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ചാൻസ് ആണ് ഈ ഒരു 4 വർഷത്തെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മാക്സിമം ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക. പറയുന്നവര് പറയട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യാനുള്ള ഒരു ഇടവേള നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കാതെ വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇനി ഓർക്കേണ്ട കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കുന്ന, ഏജ് റിലാക്സേഷൻ ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ 38ലോ 37ലോ 39ലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കുറെ നാളുകളായിട്ട് പഠനം നിന്നുപോയ ആൾക്കാരാണ്. ഇനിയിപ്പോ എന്തായാലും 36 കഴിഞ്ഞാലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായി. നിങ്ങൾ 36ഓ 37ലോ 38ലോ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്യുക. LDCക്കാണോ LDCക്ക് നിങ്ങൾ ഏതാണോ ആഗ്രഹിച്ച പോസ്റ്റ്, ആ പോസ്റ്റിലേക്കുള്ള സിലബസ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. പഠന രീതികളെല്ലാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. കാരണം നമുക്ക് കൈവിട്ടു പോയ ഒരു കാര്യം നമുക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. ഇതിനെ പോസിറ്റീവ് മനസ്സായിട്ട് കാണുക. എല്ലാത്തിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എടുക്കുക. ഫുൾ നെഗറ്റീവ് കമന്റ്സിനെ ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടെ പാത്ത് സെറ്റ് ചെയ്യുക, മുന്നിലേക്ക് പോവുക. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ 4 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 വർഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ ലാസ്റ്റ് നിമിഷം നിൽക്കുന്ന പല ആൾക്കാരും ഇതുകൊണ്ട് ഇനിയിപ്പൊ എനിക്ക് സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇനിയും ഇത്ര എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട, അങ്ങനെയും ചിന്തിക്കേണ്ട. ഒരുപാട് പേര് അവസാന നിമിഷത്തേക്ക് ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട്. ലാസ്റ്റ് ചാൻസ് LD നോക്കുന്നവരുണ്ട്. ഇവരൊന്നും തന്നെ ഇനി ഒരു പ്രൊക്രാസ്റ്റിനേഷനിലേക്കും പോകരുത്. അപ്പൊ 2 കാറ്റഗറി ആൾക്കാരാണ്. ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നവര് പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് പോകാതിരിക്കുക. ഉപേക്ഷിച്ചവര്, പഠനം ഉപേക്ഷിച്ച് ആശകളെല്ലാം നശിച്ചവര് പിന്നെയും പഠനം പൊടി തട്ടി എടുക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ഒരു സന്തോഷ വാർത്ത എല്ലാവരിലേക്കും എത്തി എന്ന് വിശ്വസിക്കുന്നു. ഇനി എത്തിയിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാവരോടും തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുക, പറയുക.